ഇന്ന് എൻ്റെ വീഡിയോ ഞങ്ങളുടെ മാവിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങ, പുഴുവില്ലാതെ പഴുപ്പിച്ചെടുത്ത മാമ്പഴം, ആ മാമ്പഴം കൊണ്ടുള്ള ജ്യൂസ്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? മാങ്ങ പറിക്കാൻ വേണ്ടി ഇത്തിരി മുകളിലുള്ള മാങ്ങ നമുക്ക് പറിക്കണം. അതിന് നമ്മൾ താഴെ ചാടാതെ മാങ്ങ എങ്ങനെ പറിച്ചെടുക്കും, അതിനാണ് ഇങ്ങനെയുള്ളൊരു തോട്ടി. നമുക്ക് മാങ്ങയൊന്ന് പറിച്ച് നോക്കാം. ഒരു 10-25 മാങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇടാം. ചെറു ചൂടുവെള്ളത്തിൽ കൈ മുക്കിയ പാകത്തിന് ഉള്ള ആ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് 1 മണിക്കൂർ വയ്ക്കാം. ഇനി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ കൈ മുക്കാൻ പാകത്തിനുള്ള ചൂടേ ഇതിന് പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇനി നമുക്കിതിലേക്ക് ഓരോ മാങ്ങകളെല്ലാം പറക്കിയിടാം. മാങ്ങയെല്ലാം ബക്കറ്റിലേക്ക് പറക്കിയിട്ടു നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു. ഇതിങ്ങനെ 1 മണിക്കൂർ ഈ മാങ്ങ ഇതിനകത്ത് കിടക്കണം. അതിനുശേഷം നമ്മൾ മാങ്ങയെല്ലാം എടുത്ത് തുടച്ചെടുത്ത് നമുക്കൊരു പെട്ടിക്കൂട്ടിലാക്കി എടുത്ത് വെക്കണം. ഒരു പെട്ടിക്കൂട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കച്ചി വയ്ക്കാം. കച്ചി ഇല്ലാത്തവർക്ക് ന്യൂസ് പേപ്പർ വെച്ചാലും മതി. ന്യൂസ് പേപ്പർ ചെറുതായിട്ട് കീറി നമുക്ക് അടിയിൽ വയ്ക്കാം. പിന്നെ മാങ്ങ പറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ന്യൂസ് പേപ്പർ ഇട്ട് വയ്ക്കാം. നമുക്കിതിലേക്ക് ഓരോ മാങ്ങ തുടച്ചെടുത്ത മാങ്ങയാണ്. ഇത് ഓരോന്നായിട്ട് വയ്ക്കാം. ഒരുപാട് വെയിറ്റ് മുകളിൽ വരരുത്. നമ്മൾ 2 ലെയർ മാങ്ങ വെച്ചാൽ മതി. ഒരു ലെയർ കച്ചി വെച്ചു. കച്ചി ഉള്ളതുകൊണ്ട് ഞാൻ കച്ചി വെച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ചുകൂടി കച്ചി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഒരാഴ്ച കൊണ്ടൊക്കെയാണ് മാങ്ങ പഴുക്കുക. നമ്മൾ കെട്ടി വെച്ച നമ്മുടെ മാങ്ങ പഴുത്തോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് തുറന്ന് നോക്കാം. പഴുത്തിട്ടുണ്ട്. ഓരോന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഒരുപാട് പഴുക്കാനായിട്ട് നമ്മൾ വയ്ക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് പോകും. നമ്മൾ 1-2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 5-ാം ദിവസം നമ്മുടെ മാങ്ങയുടെ കളറ് ഇങ്ങനെയായിട്ട് വരും. ചില മാങ്ങ ഒരു ആഴ്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ മാങ്ങയെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ പതുക്കെ അവിടെ ഇരുന്ന് പഴുത്തോടും. ഇതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നാലും മാങ്ങ വെന്ത് പോകും. ചിലതിന് നല്ല നിറം വന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ മാങ്ങയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും കച്ചി ഇട്ട് വയ്ക്കാൻ സൗകര്യം ഉണ്ടായിന്ന് വരില്ല. നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ മാങ്ങയ്ക്ക് പുഴുണ്ടോ എന്ന് നോക്കണ്ടേ? നമുക്ക് ഇതൊന്ന് ഒരെണ്ണം ഒന്ന് ചെത്തി നോക്കാം. നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെത്തി നോക്കാം. കേടില്ല എന്ന് തോന്നണു. മാങ്ങ പറിക്കുമ്പോൾ നമ്മൾ താഴെ ചാടാതെ പറിച്ചെടുക്കാൻ നോക്കണം.
എത്ര പുഴുള്ള മാങ്ങയാണെങ്കിലും പതുക്കെ ചെനച്ച് വരുമ്പോൾ നമ്മൾ മാങ്ങ പറിച്ചെടുക്കണം. നമ്മുടെ മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൂളി എടുക്കാം. ആവും ഉണ്ടോ? ഒട്ടും കേട് നമ്മുടെ മാങ്ങയ്ക്കില്ല. നമുക്ക് ഇതും കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അരിഞ്ഞെടുത്ത മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അതായത് 1/2 കപ്പ് തൈര് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 5 ബദാം പരിപ്പ് കുതിർത്ത് എടുത്തത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. തൈര് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നു. നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഐസ് വാട്ടർ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. പിന്നെ കുറച്ച് വെള്ളം ഇതിൻ്റെ പാകത്തിന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.